ഹേ ഗായ്സ്, OB52 അപ്ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് വന്നിരിക്കുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഗെയിമിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഗെയിമിൽ കയറി കഴിഞ്ഞ് ഫസ്റ്റിന് ഒരു ബാനർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കാന്നുണ്ടെങ്കിൽ സിമ്പിൾ കുറച്ച് ടാസ്കുകളുണ്ട്. നമ്മൾ BR കളിക്കുക, CS കളിക്കുക, പിന്നെ കുറച്ച് എനിമീസിനെ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ സിമ്പിൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു പാരച്യൂട്ട് കിട്ടുന്നുള്ള ഇവൻറ്റ്. അപ്പോൾ പാരച്യൂട്ട് എന്ന് പറയാന്നുണ്ടെങ്കിൽ നോർമൽ പാരച്യൂട്ടാണ്, വലിയ ഗുമ്മൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഇവൻറ്റ് പോകാന്നുണ്ടെങ്കിൽ ഗോജ സിംസ് എന്ന് പറഞ്ഞ ഇവൻറ്റാണ്. അപ്പോൾ അത് നമ്മുടെ ടോക്കൺ ടവർ പോലത്തെ ഒരു ഇവൻറ്റ് വന്നിരിക്കണം. അപ്പോൾ ഗോജയുടെ മെയിൻ വണ്ടിയിൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 5 ടോക്കൺ കിട്ടണം. എല്ലാവർക്കും അറിയണ പോലെ ഫസ്റ്റ് നമുക്കൊരു 60 സ്പിന്നിനുള്ളിൽ ഒരു ടോക്കൺ കിട്ടുന്ന പറയണം. അപ്പോൾ ടോട്ടൽ 60 സ്പിൻ എന്ന് പറയുമ്പോൾ 1000 സംതിങ് ഡയമണ്ട് വരും. വണ്ടിയിൽ നോക്കാന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയിലാണ് വരുന്നത്. അതിൻ്റെ ടോപ്പ് നോക്കാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, ഹെഡും വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അത്ര മാത്രം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ 2 ഹെഡ് വരുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ പിന്നെ ഇതിൽ ബാറ്റിൽ കാർഡ് വരുന്നുണ്ട്. ബാറ്റിൽ കാർഡ് അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ കുറച്ച് ഗുമ്മൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ ഒരു വണ്ടിയിൽ സ്പിൻ ചെയ്തെടുക്കുന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ പിന്നെ ഇതിൽ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ടോക്കൺ കിട്ടും. അതല്ല ഇതിലും പോലെ തന്നെ 10 ടോക്കൺ 5 ടോക്കൺ വെച്ച് കിട്ടും. അപ്പോൾ ആ ഒരു ടൈം എന്നുള്ള കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ വേറെ സെറ്റിങ്സ് വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കാന്നുണ്ടെങ്കിൽ വലിയ രീതിക്ക് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ HUD ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ പ്ലെയറിൻ്റെ HUD നമുക്ക് കോപ്പി ചെയ്തിടാം. അപ്പോൾ ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആരുടെ ഐഡിയ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഐഡിയ അടിച്ചു കൊടുത്താൽ അവരുടെ HUD നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റും. HUDയുടെ ഒപ്പം തന്നെ നമുക്ക് സെൻസിറ്റിവിറ്റി ഇവിടെ കോപ്പി ചെയ്യാൻ പറ്റും. ഈ ഒരു HUDയുടെ ഓപ്ഷൻ എടുക്കുമ്പോൾ മോളാൻ സെൻസിറ്റിവിറ്റി ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് നൈസായിട്ട് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ അവർ സെൻസിറ്റിവിറ്റിയും കൂടെ നമുക്ക് HUDയുടെ ഒപ്പം കോപ്പി ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് ഏതൊരു പ്ലെയറിൻ്റെ വേണമെങ്കിലും നമുക്ക് റേസാറിൻ്റെ ഐഡിയ അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ അവരുടെ സെൻസിറ്റിവിറ്റി നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ മറ്റേ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇവൻറ്റ് നൈസായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. ഇവൻറ്റ് നോക്കാൻ നമുക്ക് നോർമലായിട്ടുള്ള ഇവൻ്റ് തന്നെ നമുക്ക് കുറച്ച് ടാസ്ക് തരും. CS കളിക്കുക, BR കളിക്കുക, ജിറ്റ്സ് വെച്ചിട്ട് കുറച്ച് ഡാമേജ് എടുക്കുക, അങ്ങനെ കുറച്ച് ടാസ്കുകൾ തരും. അത് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഈ ടോക്കൺസ് കളക്ട് ചെയ്യുക, അത്ര തന്നെയുള്ള ഇവൻറ്റിൽ. അത് നമുക്ക് കാണി ഇവിടെ കൊണ്ടുപോയി സ്പിൻ ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലൊരു ബണ്ടിൽ കിട്ടുന്നുണ്ട് UG. അപ്പോൾ ബണ്ടിൽ നോക്കാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയിലാണ്. പിന്നെ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ താഴെ ഒരു ബാനർ, പിന്നെ അവതാർ, പിന്നെ എന്തൊക്കെയോ കുറച്ച് നോർമൽ തിങ്സ് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് താഴെ. പിന്നെ നമുക്ക് ഗെയിമിൽ പുതിയതായിട്ട് എന്തൊക്കെ അപ്ഡേറ്റ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിൽ റോയൽ എന്തൊക്കെയോ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ CS അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബാറ്റിൽ റോയൽ നമുക്ക് താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ഈ ഒരു സംഭവം വെച്ച് നമുക്ക് ടോക്കൺ എന്തോ ഇതിൽ കളക്ട് ചെയ്യാൻ പറ്റും. ആ സാധനം വെച്ച് നമുക്ക് എന്തൊക്കെയോ കാണിക്കാൻ പറ്റും. അത് നമുക്ക് വേണം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ അതുവരെ കളിച്ച് നോക്കിയിട്ടില്ല, കളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ CS കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ CS നമുക്ക് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് വേറെ സ്കില്ല് കാണിക്കാം. ഇപ്പോൾ നമുക്ക് നാറൂട്ടോ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ വന്നിട്ടുണ്ടായില്ല, അതേപോലെ തന്നെ 2-3 സ്കില്ല് കാണിക്കാം. പിന്നെ എയർ ഡ്രോപ്സിൻ്റെ തീം ചെറുതായി ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ അടുത്തായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊളാബറേഷനിൽ കുറച്ച് സംഭവങ്ങൾ വന്നിട്ടുണ്ട് ജിറ്റ്സു ഗൈസിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ വെപ്പൺസ് വന്നിട്ടുണ്ട്. വെപ്പൺസ് കുറച്ച് സ്കിന്നുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസേര സ്കിന്നാണ് ഫസ്റ്റ്